5 സഹോദരങ്ങളാണ്. ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പേരൻസിന്. ഫാദറിൻ്റെ പേര് കുര്യൻ, ഞങ്ങളുടെ അമ്മയുടെ പേര് അന്നമ്മ. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്ക് മൂത്തൊരു ചേട്ടനുണ്ടായിരുന്നു, ചേട്ടൻ മരിച്ചുപോയി. അവർ താമസിക്കുന്ന ചേട്ടൻ്റെ കുടുംബം കാസർഗോഡാണ്. പിന്നെ എൻ്റെ ഞങ്ങൾ 5 പേരിൽ ഏറ്റവും ഇളയ ആളാണ് ജോർജ് കുര്യൻ. രണ്ടാമത്തെ ആൾ ഞാൻ, മൂന്നാമത്തെ ആൾ ഇപ്പോൾ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കാലിൽ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. 4ാമത്തെ ആൾ പിറവത്താണ് താമസം. 5ാമത്തെ ആളാണ് ജോർജ് കുര്യൻ. ശരിക്കും ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് BJP-യിലേക്ക് വരുന്ന അദ്ദേഹമാണല്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ BJP പ്രവേശനത്തെ കുറിച്ച് വല്ല അറിയാവോ? എങ്ങനെ അത് BJP-യോട് ABVP-യിലൂടെയാണ് വരുന്നത്? അതെ, അതിലൂടെയാണ് വരുന്നത്. ഓക്കെ. കോളേജ് പഠനകാലത്ത് എവിടെയായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്? അദ്ദേഹം നാട്ടകം കോളേജിലായിരുന്നു PDC. BSc മാത്സ് സെന്റ് തോമസ് കോളേജ് ആയിരുന്നു തോന്നുന്നു, ഞാനത് മറന്നുപോയി. ABVP-യിൽ നിന്നാണ് BJP-യിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ആദ്യകാലത്തൊക്കെ കുടുംബം സപ്പോർട്ടായിരുന്നോ, എതിർപ്പായിരുന്നോ? ഞങ്ങൾ സപ്പോർട്ടായിരുന്നു, കുടുംബം സപ്പോർട്ടായിരുന്നു. ഓക്കെ. ഫാദറിന് ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് ഏത് ഭാഗത്തെയാണ് നമ്മൾ? കോൺഗ്രസ് ആയിരുന്നു. പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ ഞങ്ങൾ കേരള കോൺഗ്രസിലായി. പക്ഷേ ജോർജ് കുര്യൻ ചെറുപ്പം മുതൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ABVP, പിന്നെ BJP അങ്ങനെയായിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലായിരുന്നു, സഹോദരങ്ങൾക്ക് ഒരു എതിർപ്പുമില്ലായിരുന്നു. അതിൽ തന്നെ നിന്നോളാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് BJP-യിലേക്ക് ആകർഷിക്കാൻ കാര്യം? അത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് കൂട്ടുകാർ ആയിരിക്കണം കാരണം. കൂടെ ഉണ്ടായിരുന്നവർ പോയി അങ്ങനെ പോയതായിരിക്കണം. ഞാൻ ചോദിച്ചിട്ടില്ല. ശരിക്കും കുടുംബം ഇവിടെ തന്നെയാണോ? നമ്പ്യാകുളം തന്നെയാണ്? ഞങ്ങൾ നമ്പ്യാകുളം. ഞങ്ങളുടെ പേരൻസായിട്ട്, അതായത് പണ്ട് മുതലേ ഇവിടുത്തുകാരാണ്. പേരൻസും അവരുടെ മുമ്പും എനിക്ക് തോന്നുന്ന 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതലേ കോതനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ക്രിസ്ത്യാനികളായിരുന്നു ഞങ്ങൾ. മൈലപ്പറമ്പിൽ എന്നാണ് ഞങ്ങളുടെ കുടുംബ പേര്. അവിടെ നിന്നാണ് ഞങ്ങളുടെ പേരൻസ്, അപ്പനോ വല്യപ്പനോ ഒക്കെ നമ്പ്യാകുളത്തേക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണല്ലോ ഈ വാർത്ത വന്നത്? ഒട്ടും പ്രതീക്ഷിക്കാതെ. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകുന്നു എന്നേ ഞാൻ കരുതിയുള്ളൂ. പോയി. പിന്നെ ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ മുതൽ ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു, എന്താ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറയുന്ന കേട്ടല്ലോ. അപ്പം ഏത് ചാനലിലാണ് കണ്ടത്? കൈരളി കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി ഒക്കെ വെച്ചിട്ട് കണ്ടില്ല. 24 വെച്ചു, 18 വെച്ചു, ഒന്നും കണ്ടില്ല. കൈരളി വെച്ചപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ജോർജ് കുര്യനും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയാണ്. അങ്ങനെയാണ് ആദ്യം അറിയുന്നത്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ്, 12 മണി കഴിഞ്ഞാണെന്ന് തോന്നുന്നു ചാനലുകാരൊക്കെ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴും ഇതുവരെ ജോർജ് കുര്യൻ വിളിച്ചിട്ടില്ല. പൊതുവെ അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെയൊക്കെ? ഞങ്ങളോടൊക്കെ വളരെ സൗമ്യന. എല്ലാവരോടും അതെ, ഞങ്ങളോടൊന്നും മാത്രമല്ല, ആരെപ്പോൾ ചെന്നാലും. കാര്യം പാർട്ടിയിൽ ഇത്രയും പൊസിഷൻ ഉണ്ടെങ്കിലും ആ പൊസിഷൻ ഒരിക്കലും ആരോടും കാണിക്കാറില്ല. എല്ലാവരോടും. പ്രത്യേകിച്ചും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും വളരെ ഐക്യത്തോടെ തന്നെയാണ്. പാർട്ടി അതൊന്നും നോട്ടമില്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും എല്ലാവരും നല്ല ഐക്യത്തോടെ തന്നെയാണ്. ജോർജ് കുര്യൻ ശരിക്കും BJP-യിലോട്ട് പോകും പലതരത്തിലും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട പ്രതിസന്ധി എന്താണ്? അത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ BJP എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ പാർട്ടി എന്നായിരുന്നു ഞങ്ങളുടെ ഇവിടെ പറഞ്ഞ, ഈ നാട്ടിൽ ഉള്ളവർ, ഈ നാട്ടുകാരും അയൽക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ഹിന്ദുക്കളുടെ പാർട്ടിയിലേക്ക് എന്താ പോയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് ഞാൻ പറയുന്നത് അങ്ങനെ ഹിന്ദുക്കളുടെ ഒന്നും പാർട്ടിയല്ല. ഇതിനകത്ത് കമ്മിറ്റിയിലോ എങ്ങും ഒരു ജാതിയെപ്പറ്റി ഒന്നും പറയാറില്ല. അവൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല, യാതൊരു സംസാരം ഒന്നുമില്ല. പാർട്ടി രാജ്യകാര്യങ്ങളും പാർട്ടി കാര്യങ്ങളും ഒക്കെ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞങ്ങളങ്ങനെ കരുതുന്നതല്ല, അങ്ങനെ തന്നെയാണ്.